ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും മൈ ചാനൽ AG2 സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വേദവ്യാസനെ കുറിച്ചാണ്. മഹാഭാരതത്തിൻ്റെ രചയിതാവായി കണക്കാക്കപ്പെടുന്ന ഋഷിയാണ് വ്യാസമഹർഷി. മഹാഭാരതത്തിൻ്റെ രചയിതാവ് എന്നതിന് പുറമെ അതിലെ ഒരു കഥാപാത്രവുമാണ് അദ്ദേഹം. വ്യാസൻ എന്നാൽ വ്യസനിക്കുന്നവൻ എന്നർത്ഥം. വേദത്തെ നാലാക്കി പകുത്തതിനാൽ വേദവ്യാസൻ എന്ന നാമം സപ്തചിരഞ്ജീവികളിൽ ഒരാളാണ് വേദവ്യാസൻ. പരാശര മുനിക്ക് കാളി അഥവാ സത്യവതി എന്ന മുക്കുവ സ്ത്രീയിൽ ജനിച്ചതാണ് കൃഷ്ണൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട കൃഷ്ണദ്വൈപായനൻ. ഈ പേര് വരാൻ കാരണം ജനനം ഒരു ദ്വീപിൽ ആയിരുന്നു എന്നതിനാലാണത്രേ. ജനിച്ചയുടനെ തന്നെ വളർന്ന് യോഗനിഷ്ഠനായ അദ്ദേഹം മാതാവിൻ്റെ അനുവാദത്തോടെ തപസ്സിനായി പുറപ്പെട്ടു. പുരാണങ്ങളിൽ അനശ്വരരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തികളിൽ ഒരാളാണ് വേദവ്യാസൻ. ഇദ്ദേഹത്തിൻ്റെ ജീവിതം രണ്ട് വശങ്ങളിലായി ദർശിക്കാം, ആധ്യാത്മികമെന്നും ഭൗതികം. ജനിച്ച ഉടനെ തന്നെ തപസ്സിനായി പോയ ഇദ്ദേഹം അനേക വർഷങ്ങൾക്ക് ശേഷം സരസ്വതി നദീ തീരത്ത് പ്രത്യക്ഷനാവും. അവിടെ തപസ് ചെയ്യവേ ആശ്രമ സമീപത്ത് കുരുവിക്കുഞ്ഞുങ്ങളെ അവയുടെ മാതാപിതാക്കൾ അതീവ ശ്രദ്ധയോടെ പരിചരിക്കുന്നത് കാണാനിടയായി. സ്നേഹത്തിന് മാത്രം വേണ്ടിയുള്ള നിഷ്കളങ്കമായ ഈ വാത്സല്യം കണ്ട ഇദ്ദേഹം അത്യന്തം അപുത്രയോഗത്താൽ ദുഃഖിതനായി. നാരദ ഉപദേശപ്രകാരം ദേവിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താൻ നിശ്ചയിച്ചു. തപസ്സിന് വിഘ്നം വരുത്തുക എന്ന ഉദ്ദേശത്തോടെ ഋതാജി എന്ന അപ്സര സ്ത്രീ ഒരു പഞ്ചവർണ്ണക്കിളിയുടെ രൂപമെടുത്ത് ഇദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ പറന്നുപോയി. കിളിയുടെ സൗന്ദര്യത്തിൽ ആകർഷിതനായ മഹർഷിക്ക് ഒരു പുത്രൻ ജനിച്ചു. ശുഗത്തെ മോഹിച്ചപ്പോഴുണ്ടായ പുത്രൻ എന്ന നിലക്ക് സ്വപുത്രനെ ശുഗൻ എന്ന് നാമകരണം ചെയ്തു. കാലങ്ങൾക്ക് ശേഷം വിവാഹിതനായ ശുഗൻ പിതാവിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് തപസ് ചെയ്യാനായി പുറപ്പെട്ടു. മനോവിഷമത്താൽ അവശനായ വ്യാസൻ ആ സമയം തൻ്റെ മാതാവിനെ കുറിച്ച് ആലോചിക്കുകയും അങ്ങനെ ഹസ്തിനപുരിയിലേക്ക് തിരിക്കുകയും ചെയ്തു. ഹസ്തിനപുരി രാജാവായ ശാന്തനു ഗംഗാദേവിയെ വിവാഹം ചെയ്യുകയും ദേവവ്രതൻ എന്ന പുത്രൻ പിറക്കുകയും ചെയ്തു. ഗംഗാദേവി അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയ ശേഷം അദ്ദേഹം സത്യവതിയെ വിവാഹം ചെയ്യുകയും അതിൽ വിചിത്രവീരൻ, ചിത്രാംഗതൻ എന്നീ പുത്രന്മാർ പിറക്കുകയും ചെയ്തു. സന്താനങ്ങളില്ലാത്ത ഈ പുത്രന്മാരെല്ലാം മരണമടഞ്ഞു. ശബ്ദത്താൽ രാജഭരണം ഉപേക്ഷിച്ച ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയ ദേവവ്രതനു ശേഷം രാജഭരണത്തിന് അവകാശികളല്ലാതായിരിക്കെ വ്യാസൻ ഹസ്തിനാപുരിയിലെത്തി. വ്യാസനിൽ നിന്നും അംബാലിക എന്നിവർക്ക് ധൃതരാഷ്ട്രർ, പാണ്ഡു എന്നീ പുത്രന്മാർ ജനിച്ചു. ഇവരിൽ നിന്നും കൗരവരും പാണ്ഡവരും പിറന്നു. കൂടാതെ കൊട്ടാരത്തിലെ ദാസിയിൽ വിതുരരും പിറന്നു. അംബിക വ്യാസരൂപം കണ്ട് സംഗമ സമയം കണ്ണടച്ചു കളഞ്ഞതിനാൽ ധൃതരാഷ്ട്രർ അന്ധനായും അംബാലിക വ്യാസരൂപം കണ്ട് അറപ്പു തോന്നിയ വിറകളുടെ ശരീരത്തിൽ പാണ്ഡുവും പിറന്നു. കൂടാതെ കൊട്ടാരത്തിലെ ദാസിയിൽ വിതുരരും പിറന്നു.